ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് ശർക്കര ചിരണ്ടി വെച്ചേക്കുന്ന ഏലക്കായ ഇഞ്ചി എൻ്റെ കൂട്ടത്തിലുണ്ട്. തേങ്ങയുടെ ഒന്നാം പാല്, ഇത് രണ്ടാം പാല്. തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെറിയ ജീരകം വേണം. അതിനൊരു ടിന്ന് തുറന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് കത്തിക്കണം. അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ല. സ്റ്റീലിൻ്റെ ചരുവത്തിൽ ഒന്ന് മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് കുടിവെള്ളമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അലൂമിനിയത്തിൻ്റെ ചരുവമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ചിരണ്ടി വെച്ചേക്കുന്ന ശർക്കരയും ഇഞ്ചിയും ഏലക്കായും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, തേങ്ങാപ്പാൽ ഇത്രയും ഉള്ളത് കൊണ്ട്. അങ്ങനെ ഞാൻ ഇതൊന്ന് പാത്രത്തിനകത്തോട്ട് ഇട്ട് വെള്ളം എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവാം. അങ്ങനെ ഇതൊന്ന് ഈ വെള്ളം ഒഴിക്കും തോറും നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്, ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി. അത് കഴിഞ്ഞേച്ച് ഈ തേങ്ങ ഇങ്ങനെ കിടക്കുന്നുണ്ട് വിചാരിക്കേണ്ട, തേങ്ങയും ശർക്കരയും ഒരു പാത്രത്തിലായിരുന്നു ഇരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റൗ കത്തിച്ച് ചെറിയൊരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് വെച്ച് സോമത്തപ്പൻ്റെ കടയിൽ പോയി ഒരു ചെറിയ നെയ്യ് വാങ്ങിച്ച് അതിലൊരു പകുതിയോളം നെയ്യ് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു. പായസത്തിന് ഇരിക്കട്ടെ ഒരു മണം. അങ്ങനെ ഞാൻ അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തിട്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരി വാങ്ങിക്കാൻ കാശില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ തേങ്ങാക്കൊത്തിൽ ഒതുക്കിയത്. അങ്ങനെ ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ആ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഈ ശർക്കരയെ ഇളക്കാൻ പോകുന്നത്. അങ്ങനെ ഇളക്കി ഒരു ബ്രൗൺ പരുവം ആകണം. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഈ തവി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇളക്കി. അപ്പോൾ നമ്മുടെ ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ ചക്ക, അതും ഇടണം. അതിന് മുന്നേ ഞാനൊരു ചെറിയ ജീരകം ഇടുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. ചെറിയ ജീരകം അങ്ങനെ ഒരു അര ടീസ്പൂൺ ഇട്ട് അങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയും കൂടെ അതിനകത്തോട്ട് ഇട്ട്, അതിനകത്ത് ചെറിയ ചക്കകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിയാനൊക്കെ ഉണ്ടായിരുന്നു. വെപ്രാളം കൊണ്ട് അരിയാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞിട്ട് തേങ്ങയുടെ ഒന്നാം പാലൊഴിച്ച് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് അടച്ചു വെച്ച്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം. അപ്പോൾ നമ്മൾ ഈ വേവിച്ച ചക്കയുടെ പായസം അതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇനിയും നമ്മൾ ഈ വേവിച്ചല്ലല്ലോ നമ്മൾ ഈ തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് മൂപ്പിച്ച് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ഇടണം. ഇട്ടേച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞേച്ച് ഉപ്പിടണം. ഉപ്പിടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മധുരമൊക്കെ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയാണ്. തിത്തിൽ പറയുന്നുണ്ട് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കമ്മേന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജ് തുറന്ന് എപ്പോഴും ആ മിൽക്ക് മെയ്ഡ് എടുത്ത് കഴിക്കും. അതുകൊണ്ടാണ് ഞാനത് ഒഴിക്കാനത്. അപ്പം നമ്മുടെ ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാം പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം റെഡിയായി. ഇതൊന്ന് ഒരു 10 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കാം, അങ്ങനെ ഇളക്കണമെന്നില്ല, അടിക്ക് പിടിക്കത്തില്ല. എന്നാലും വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കാം. അങ്ങനെ ഇളക്കി ഇതെല്ലാം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടൊരു 2-3 മിനിറ്റ് മതി. അതിനുള്ളിൽ തന്നെ നമ്മുടെ പായസം റെഡിയായിരിക്കും. ആ പായസത്തിൻ്റെ മൂടി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്തൊരു മണമായിരുന്നെന്നറിയാവോ. ചമ്മേൽ ചോദിക്കുന്നുണ്ട് റെഡിയായോ അമ്മേ റെഡിയായോ എന്ന്. ഞാൻ പറഞ്ഞു ഇപ്പോൾ തരാമെന്ന്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, എൻ്റെ പായസം എല്ലാവർക്കും ഇഷ്ടമായല്ലോ.